ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് യോജിക്കുന്നുണ്ടോ? അതെ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഓഫ് വാട്ടാണ്. അതറിയില്ല. എനർജി, റൈറ്റ്. സി എനർജി ഈസ് ഷിഫ്റ്റിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പോൾ ആ എനർജി ഫ്രീക്വൻസി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ യു കനോട്ട് ഹാവ് എ റിലേഷൻഷിപ്പ്. നമ്മൾ നന്നായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പാണെന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ഓഫ് എനർജി ഈസ് ഗുഡ്, ഈക്വൽ, ബാലൻസ് ആയി പോകുന്നു. ഒരു റിലേഷൻഷിപ്പ് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നത് ഒരാൾ എപ്പോഴും എനർജി എടുത്തുകൊണ്ടിരിക്കുകയും വേറൊരാൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ എനർജി ഡ്രെയിൻ ആവുന്ന ആൾക്കിത് മതിയാവും. ആൾ പറയും എനിക്ക് വയ്യ, എനിക്കിത് ഈ റിലേഷൻഷിപ്പ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. ഈ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങാനും കുറച്ച് എനർജി കുറവ് കിട്ടിയാൽ അവർ ഇതാവും, ഇതെന്താ മുമ്പത്തെ പോലെ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ മുമ്പത്തെ പോലെ ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. ബാലൻസ് ഓഫ് എനർജി ഈസ് ഗോൺ. അപ്പം നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ ഇടപഴകാനും റിലേറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കുള്ള ഇൻട്രാക്ഷൻസിലാണ്. ഇപ്പോൾ ഈവൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാല്യൂ ഫോർ മണി അല്ലേ കൊടുക്കാൻ നോക്കുന്നത്. നമുക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത്രയും 500 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചെങ്കിൽ 500 രൂപയുടെ വെർത്ത് ഈ സാധനത്തിന് ഉണ്ടാവണമെന്ന് നമുക്കില്ലേ? ഒരു 10 രൂപയുടെ സാധനം നമ്മൾ 500 രൂപ കൊടുത്ത് വാങ്ങിക്കാത്തത് എന്തുകൊണ്ടാണ്? സെയിം വേ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയാണ് നമ്മുടെ കറൻസി. അതാണ് നമ്മൾ കോൺഷ്യസ് എനർജിയാണ്. ഞാൻ എൻ്റെ കോൺഷ്യസ് എനർജി വാക്കുകളിലൂടെ ഇവിടെ തരുന്നു. ഇതൊരു വർത്ത് വൈൽ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്തിനു വന്നത് ചെയ്യണം? നിങ്ങൾക്ക് 2 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഞാൻ എന്തിനു വന്ന് ഇവിടെ ഇരുന്ന് ഇതൊക്കെ സംസാരിക്കണം അല്ലേ? ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് ഓഫ് എനർജി. ആൻഡ് സിമിലർ വൈബ്സ് ഉള്ള ആൾക്കാർ തമ്മിൽ ദ എനർജി ബിക്കംസ് മോർ ആൻഡ് മോർ. അപ്പോൾ ഭയങ്കര സിങ്കിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് സമയം പോകുന്ന അറിയില്ല. ചിലപ്പോൾ അവർ സമയവും കാലവും ഒക്കെ മറന്നു പോകും. ലവ് ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് frequencies. So when people are in love, they forget time, place, the world, all responsibilities. ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു, ഉറങ്ങാൻ മറന്നു പോകുന്നു. അത്രയും ഊർജ്ജമുള്ള ഒരു വൈബ്രേഷനുള്ള കപ്പാസിറ്റിയാണ് നമുക്ക് ടു ലവ്. അതിനും മുകളിലുള്ള കപ്പാസിറ്റിയാണ് ബ്ലിസ്, പീസ് ആൻഡ് ബ്ലിസ്. അതെ, ബിക്കോസ് പീസ് ആൻഡ് ബ്ലിസ് ആർ സ്റ്റേറ്റ്സ് വെയർ യു ആർ വൈബ്രേറ്റിംഗ് സോ സട്ടിലി ദാറ്റ് നിങ്ങളുടെ അടുത്ത് പോലും ആരും അറിയുന്നില്ല നിങ്ങൾ അവിടെ ഉണ്ടെന്ന്. അത്ര സട്ടിലാണ്. ബിക്കോസ് ആ വൈബിൽ വൈബ്രേറ്റ് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ യു വിൽ നോട്ട് മീറ്റ് ടു മെനി പീപ്പിൾ അറ്റ് വൈബ്രേഷൻ. ഇൻവിൻസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി മാം. ആണും പെണ്ണും ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം വേണം കല്യാണം കഴിക്കാൻ എന്ന് ഒരു തിയറി ഉണ്ട്. തിയറി എന്ന് വെച്ചാൽ കുറച്ച് സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. യോജിക്കുന്നു എന്നോ യോജിക്കുന്നില്ല എന്നും പറയാൻ പറ്റില്ല. ഇൻ ദ സെൻസ് ദാറ്റ് അത്രയും ഒരു റിജിഡായിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാരേജ് ഇസ് എ വെരി കോസ്മിക് ഫിനോമിനൻ. ബിക്കോസ് ഏതോ 2 വ്യക്തികൾ ദേ ഡിസൈഡ് ടു സ്പെൻഡ് ദിയർ ലൈഫ് ടൈം ടുഗെദർ എന്ന് വിചാരിച്ചിട്ടാണല്ലോ വരുന്നത്. ദാറ്റ് ലൈഫ് ടൈം ഓഫ് ദ റിലേഷൻഷിപ്പ് മൈറ്റ് ബി എ ഫ്യൂ ഇയേഴ്സ്, മൈറ്റ് ബി ദിയർ ഓൺ ലൈഫ് ടൈം. പക്ഷേ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടേം റിലേഷൻഷിപ്പ് യു ആർ എസ്റ്റാബ്ലിഷിങ്. സോ അത് ചെയ്യുമ്പോൾ ദ നീഡ്സ് ആർ ഡിഫറെൻറ്റ് ഫോർ ഈച്ച് പേഴ്സൺ. ചിലവർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലവർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടായിരിക്കും, ചിലവർ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും, ചിലവർ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും. ഒരു വിവാഹം എന്ന് പറയുന്നത് ഹാസ് ടു കേറ്റർ ടു സോ മെനി നീഡ്സ്. അപ്പോൾ അതിലിത്ര റിജിഡിറ്റി കൊണ്ടുവരാൻ പോയാൽ വാട്ട് ഡു യു മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ്? A man being independent, a woman being independent, what is that independence? Financial independence. If it is financial independence also, എല്ലാ ആണുങ്ങൾക്കും ഒരു വർക്കിംഗ് വൈഫ് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഹസ്ബൻഡ് കണ്ടിന്യൂസ്ലി ഫിനാൻഷ്യലി മാത്രം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം, വീട്ടിൽ ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ഒരാളെ വേണമെന്നുണ്ടാവില്ല. സോ എല്ലാവരുടെ നീഡ്സ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറഞ്ഞ വാക്ക് ഇടുമ്പോൾ ഇറ്റ് ഹാസ് സോ മെനി മീനിങ്സ്. മാരേജ് ഹാസ് സോ മെനി മീനിങ്സ്. എന്താ കോണ്ടെക്സ്റ്റ് എന്ന് പറയാതെ നമ്മളൊരു ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ ഇറ്റ് ഈസ് മീനിങ്ലെസ്. ബിക്കോസ് ഇറ്റ് ഹാസ് ടു മെനി മീനിങ്സ്. അതിൽ ഏത് മീനിങ് ഇപ്പോൾ നമ്മൾ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ലേ? ഞാനിന്ന് ഏത് ശൃംഗേരി മഠത്തിൻ്റെ ആണോ ഹിമാലയത്തിൻ്റെ ആണോ കൊടുമുടി കയറുന്നതെന്ന് അറിയത്തില്ല. എൻലൈറ്റ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, തലക്കടി കെട്ടിക്കൊണ്ടിരിക്കുക. ഓരോന്നിനും നമ്മൾ വിചാരിക്കുന്ന എക്സ്പ്ലനേഷനേ അല്ല. നമുക്ക് എല്ലാവർക്കും പ്രിജുഡൈസ്ഡ് വ്യൂസ് ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. പക്ഷെ അതെല്ലാം അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് കറക്റ്റ് അതും നമ്മളെ കൺവിൻസിങ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. എന്താ വെച്ചാൽ ഞാനൊന്നും ഇങ്ങനെയല്ല അങ്ങനെ ആണ് എന്നല്ല പറയുന്നത്.
ഞാൻ എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് പറയുന്നത്. അത് വീണയ്ക്ക് അത് കൺവിൻസിങ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഡിസിഷൻ. ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നില്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമേ പറയുന്നുള്ളൂ. അതെ, നമ്മൾ ബിക്കോസ് യു ആർ ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല. അതെ, നമ്മൾ ഒരു കുട്ടീനെ മരുന്ന് കൊടുക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം തട്ടി മാറ്റുന്നു. ഒരു ഫിലിമിൽ അത് മനോഹരമായിട്ട് കാണിച്ചു, ലാലേട്ടൻ്റെ ഒരു ഫിലിമിൽ, ആ നിർണയം ഫിലിമിനകത്ത് തട്ടി മാറ്റുന്നു 3-4 തവണ. 4ാമത്തെ തവണ കൊടുക്കുമ്പോൾ അത് അറിയാതെ കുടിക്കുന്ന പറയണ പോലെയാണ്. കാരണം നമുക്ക് ഒരു കാര്യം അറിയില്ല, ചിലപ്പോൾ നമ്മളത് നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ചോദിക്കുമ്പോൾ അതിന് നല്ല വളരെ അധികം ഇതാണ് സംഭവം എന്ന് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി വി വിൽ അത് ഫോളോ ചെയ്യും. അതിനൊരു സംശയം. വീണയുടെയും കൂടെ റിസെപ്റ്റിവിറ്റിയാണ്. വീണയ്ക്ക് അത് ഇഷ്ടമാണ്, വീണയ്ക്ക് വളർച്ച ഇഷ്ടമാണ്, വീണയ്ക്ക് ബുക്സ് വായിച്ച് അത് ഇൻവൈബ് ചെയ്ത് അതിന്ന് വളരാൻ ഇഷ്ടമാണ്, ട്രാൻസ്ഫോം ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാവർക്കും അത് ഇഷ്ടമല്ല, ചിലവർക്ക് ചേഞ്ച് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ദേഷ്യം വരും. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും വരില്ല. അത്രയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ക്രിറ്റിസിസം കിട്ടാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ സെൽഫ് റിയലൈസേഷൻ ബേസ്ഡ് ടോപ്പിക്സ് സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് സംബഡി എൽസസ് ഫിക്സ്ഡ് റിയാലിറ്റി. അവരൊരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്, അവരുടെ കുറേ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളിവിടെ വന്ന് വേറെ എന്തോ പറഞ്ഞ് അത് അവരെ ചിന്തിപ്പിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഓൾറെഡി നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു, എന്തിനാപ്പോൾ എൻ്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു തോട്ട് കൊണ്ടിട്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ഈസി സ്റ്റെപ്പ് ടു ഫൈൻഡ് യുവർ സെൽഫ്. കറക്റ്റാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പേരുകളൊന്നും അത്രയ്ക്ക് നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ പോലും അവർ വളരെ താങ്ക് യു, അതല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് തിരിച്ച് ചോദിച്ചവരുണ്ട്. അത് ദിവസം എനിക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് അവരുടെ ഇമേജാണ് ഇല്ലാതാക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. അത് കാരണം വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഫീലിംഗ് ലൈക്ക് ലവ്. ലവിൻ്റെ വളരെ അടുത്തായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ. എന്നുവെച്ചാൽ ചില സമയത്ത് നമുക്ക് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതം എന്ത് നന്നായിരിക്കണു, എല്ലാം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ വേറൊരാളുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴായിരിക്കും നമ്മളത് ചിന്തിക്കുന്നത്, ഉഫ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ വെറുതെ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇപ്പോൾ നമ്മുടെ ഫാമിലിയോടോ ഇപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടോ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടോ അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇറ്റ്സ് സോ ഗ്രേറ്റ്, ഐ എം സോ ലക്കി ടു ഹാവ് സച്ച് ഗുഡ് ഫ്രണ്ട്സ് എന്നൊക്കെ ആ ചിന്തകളൊക്കെ ഇല്ലേ, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഐ എം സോ താങ്ക്ഫുൾ ദറ്റ് ദേ ആർ ദെയർ ഇൻ മൈ ലൈഫ്, ഐ എം സോ ഗ്ലാഡ് ദറ്റ് എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു, ഐ എം സോ ഹാപ്പി ദറ്റ് ഐ ഹാവ് ദിസ് ഹെൽത്ത്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നു. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം കൂടെ കിട്ടി എന്നുള്ളത് ഒരു തോന്നൽ. അങ്ങനെ എല്ലാ ദിവസവും സംഭവിക്കണമെന്നില്ല, പക്ഷെ അത് ഒരു പ്രാക്ടീസ് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വൈബ്രേഷനിലേക്ക്, ലവ് ഒരു വൈബ്രേഷൻ ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡും അതിൻ്റെ വളരെ അടുത്തായിട്ടുള്ളൊരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ് ഓഫ് ലൈഫ്. സോ വെൻ വി വൈബ്രേറ്റ് അറ്റ് ദാറ്റ് ഫ്രീക്വൻസി we release a lot of feel good hormones and neurotransmitters. So we are putting out oxytocin and serotonin and dopamine and we are feeling good. Those feel good factor ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വെക്കുന്നതും ഇതൊക്കെ ഈസ് ടു ബി ഏബിൾ ടു എൻഹാൻസ് ദാറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ വീണ്ടും 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 ഓരോ കാര്യത്തിന് എന്തൊക്കെ വാട്ട് ഓൾ എം ഐ താങ്ക്ഫുൾ ഫോർ എന്ന് ആലോചിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള സമയത്ത് നമുക്ക് അതേ സമയത്ത് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ലൈക്ക് ജസ്റ്റ് ട്രൈ ഡൂയിങ് സംതിങ്, ലിഫ്റ്റ് യുവർ ഐബ്രോസ് അപ്പ് ആൻഡ് ജസ്റ്റ് സ്മൈൽ. ഫേക്കായിട്ട് ചെയ്താൽ മതി, ലിഫ്റ്റ് ആൻഡ് സ്മൈൽ. എന്നിട്ട് ഒന്ന് നോക്കി ഹൗ ഡു യു ഫീൽ ഉണ്ടാവും. അത് നിർത്തിയിട്ട് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ വേഴ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ബെറ്റർ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ മസിൽസ്, ബിക്കോസ് ആ മസിൽസ് തിങ്ക് വി ആർ ഹാപ്പി വെൻ വി ഡു ദാറ്റ്. ഐബ്രോസ് റേസായി ഇങ്ങനെ ഒരു ചിരി വന്ന ഉടനെ നമ്മുടെ ബ്രെയിൻ അത് റീഡ് ചെയ്യുന്നത് വീണ ഇസ് ഹാപ്പി. ഓക്കെ. സോ ഇഫ് യു ജസ്റ്റ് ഡു ദാറ്റ് ഓൾസോ യു ക്യാൻ ചേഞ്ച് യുവർ ബ്രെയിൻസ് പ്രോഗ്രാമിങ്. എപ്പോഴും ഈ മുഖം ഇങ്ങനെ പിടിക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ദ ബ്രെയിൻ ഇസ് റീഡിങ് ഇറ്റ് ആസ് സാഡ്നെസ്. ഓക്കെ ഓക്കെ. ഇഫ് യു ചേഞ്ച് യുവർ എക്സ്പ്രഷൻ, ഇപ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് 2 ഇടുപ്പിൽ കൈ കൊടുത്ത് നിന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ധൈര്യവും കോൺഫിഡൻസും വരും. നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നില്ല. വെറുതെ മാറി നിന്ന് പോയി ഇടുപ്പിൽ കൈ വെച്ച് നിന്നാൽ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത് ഐ എം ഫീലിംഗ് കോൺഫിഡൻറ്റ്. സോ യു ക്യാൻ റീറൈറ്റ് യുവർ ബ്രെയിൻ. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ റീറൈറ്റിംഗ് പ്രോസസ്സ്. അതും നമ്മുടെ ജീവിതത്തിനെ കാണുന്ന രീതി മാറും. നമ്മൾ ഗ്രേറ്റ്ഫുള്ളായി തുടങ്ങും. പല സമയത്തും നമുക്ക് നന്ദിയില്ല.
നമുക്ക് നന്ദിയില്ലായ്മ കാണുമ്പോൾ നമുക്കൊരു സങ്കടമില്ലേ? നമ്മൾ ആർക്കോ എന്തോ ചെയ്തു കൊടുത്തു, അവരെ ടേക്കൺ ഫോർ ഗ്രാൻഡ്, ശരി എന്ന് പറഞ്ഞാൽ അവർ പോയെങ്കിൽ, ഇൻസ്റ്റഡ് ഒരാൾ നമ്മളോട് താങ്ക്സ് കേട്ടോ, താങ്ക്സ് ഫോർ ഡൂയിങ് ദിസ്, ഓർ താങ്ക്സ് ഫോർ വെയിറ്റിംഗ് ഫോർ മീ, ഓർ ഒരു താങ്ക്സ് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സംഭവമില്ലേ? ഇഫ് വി സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് റെഗുലർലി ഇൻ ലൈഫ്, വി വിൽ ഗെറ്റ് മോർ ഓഫ് ഇറ്റ് ഇൻ ലൈഫ്, ആൻഡ് ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഫാക്ടർ. ഇന്ത്യയിലെ മുഴുവൻ പെണ്ണുങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. കേരളത്തിൽ അകത്ത് എനിക്കറിയാവുന്ന കുറച്ച് പെണ്ണുങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, എന്തെങ്കിലും ഒരു റിയലൈസേഷൻ വന്നിട്ട് അവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സോപ്പിടും, പിന്നെ നമ്മൾ ബലം പിടിക്കും, പിന്നെ നമ്മൾ ഭീഷണിപ്പെടുത്തും എന്ന് അവസാന സൈക്കാട്രിക് വാർഡിൽ അടിയുന്ന ഒരു വഴിയുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡ് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ വരത്തില്ലേ, നല്ലത് അല്ലെങ്കിൽ ചീത്ത, ഗുഡ് ഓർ ബാഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ വഴി കഴിഞ്ഞ് സെക്കൻഡ് വഴിയാണ് ഇതായിരിക്കുന്നത് എൻ്റെ മുമ്പിൽ. കാരണം വെച്ചാൽ അത് എല്ലാം തരണം ചെയ്തിട്ട് ആ ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ ആ പറഞ്ഞ് എനിക്കത് എവിഡൻസ് കാണിച്ചു തന്നു, ജസ്റ്റ് എന്നോട് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു എന്നുള്ളത്. അത് വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഇമ്മീഡിയറ്റ്ലി ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി, നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പ്ലസൻ്റ് ആവും. ബിക്കോസ് നമ്മൾ അറിയാതെ നമ്മൾ ഫ്രൗൺ ചെയ്യും ടെൻഷൻ ആകുമ്പോൾ. നമ്മൾ ആ ഫ്രൗൺ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ ടെൻഷൻ മാറും. സോ എവറിത്തിങ് ഈസ് സൈക്കോസൊമാറ്റിക് ആൻഡ് സൊമാറ്റോ സൈക്കിക് എന്ന് പറയും. സോ സൊമാറ്റോ സൈക്കിക് എന്ന് പറയുന്നത് ബോഡി ചേഞ്ചസ് ദ മൈൻഡ്, ആൻഡ് സൈക്കോസൊമാറ്റിക് മീൻസ് മൈൻഡ് ചേഞ്ചസ് ദ ബോഡി. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ അപ്ലൈ ചെയ്യാം. ഓക്കെ ഓക്കെ. പണ്ടൊക്കെ നമ്മൾ പറയും കുട്ടികളോട്, അല്ലെങ്കിൽ പറയും സൂക്ഷിച്ച് സംസാരിക്കണം, ഓരോ വേർഡ്സും പിക്ക് ചെയ്യണ സൂക്ഷിച്ചു വേണം എന്ന് പറയും. ഇപ്പം നമ്മൾ പറയുന്നു, ഇപ്പോഴത്തെ സയൻസ് ആവട്ടെ എന്തോ ആവട്ടെ, പറയുന്നു സൂക്ഷിച്ച് ചിന്തിക്കണം എന്ന്. യോജിക്കുന്നുണ്ടോ? ചിന്തയിൽ നിന്നാണല്ലോ സംസാരം വരുന്നത്. നമുക്ക് ചിന്തിക്കാതെ സംസാരിക്കാൻ പറ്റില്ല ആക്ച്വലി. അപ്പോൾ പണ്ട് പറയുന്നതും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് സ്പീക്ക് കെയർഫുള്ളി എന്ന് പറയുന്നത്, സ്പീക്ക് കോൺഷ്യസ്ലി എന്ന് പറയുന്നത് ചിന്തിച്ച് സംസാരിക്കാനാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കാതെ സംസാരിച്ചാൽ ചിലപ്പോൾ മറ്റേ ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ എങ്ങനെ തോന്നും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാതെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ വിഷമമാവും, അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം 2023 എൻ്റെ ഇൻ്റർവ്യൂസാണ് ബുക്കിനെ പറ്റി. ഞാൻ മറ്റുള്ളവരിതെങ്ങനെ എടുക്കും എന്നൊരു ഐഡിയ എനിക്കില്ല, ബിക്കോസ് ഞാൻ സ്പിരിച്വാലിറ്റിയാണ് ടോപ്പിക്. ഇത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുമോ ഇല്ലയോ ഒന്നും അറിയില്ല, എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം എന്നും പറഞ്ഞു. പകുതി മുക്കാൽ ആൾക്കാർക്ക് മനസ്സിലായില്ല. അതിൻ്റെ കാരണം ഞാൻ ചിന്തിച്ചല്ല സംസാരിച്ചത്, ഞാൻ ജസ്റ്റ് ഫ്രം മൈ ഹാർട്ട് ഞാൻ അങ്ങ് സംസാരിച്ചു. ഇപ്പം ഞാൻ ചിന്തിച്ച് അളന്ന് മുറിച്ചാണ് സംസാരിക്കുന്നത്, പതുക്കെയാണ് സംസാരിക്കുന്നത്. ബിക്കോസ് അത് ലാൻഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. വേർഡ്സ് ഹാവ് എ ലോട്ട് ഓഫ് വെയ്റ്റ്, വേർഡ്സ് ക്യാരി സോ മച്ച് മീനിങ്, അതോടൊപ്പം അവർക്ക് വെയ്റ്റും ഉണ്ട്. ചില വേർഡ്സ് നമ്മളെ തളർത്തി കളയും, ചില വേർഡ്സ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ പരമാവധി നമ്മൾ അപ്ലിഫ്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്താൽ നമുക്കും നല്ലതാണ്, കേൾക്കുന്ന ആൾക്കും നല്ലതാണ്. ശരിയാ. ഫേമസ് വാട്ടർ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ഐ ലവ് യു ഐ ഹേറ്റ് യു പറഞ്ഞിട്ടുള്ള. വാട്ടറിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ സ്ട്രക്ചർ നോക്കുന്നു, റൈസിനെ 3 ഇതിലാക്കിയിട്ട്, പിന്നെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞ വേർഡ്സ് ആർ സ്പെല്ലിങ്സ്. ഈ സ്പെൽസ് എന്ന് പറയില്ലേ, കാസ്റ്റിംഗ് എ സ്പെൽ, വേർഡ്സ് കാസ്റ്റ് സ്പെൽസ്. അപ്പോൾ അത് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, ബട്ട് വേർഡ്സ് ആർ വെരി പവർഫുൾ. നമ്മളിപ്പോൾ ഒരു ബുക്കിൽ എഴുതുന്ന വേർഡ്സ് എത്രയോ ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കും. നമ്മൾ ഒരു പോക്കിൽ എഴുതിപ്പോയി, പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എത്രയോ ആൾക്കാരുടെ ലൈഫിനെ ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതും കൂടെ ചിന്തിക്കണം. സോ അങ്ങനെ ചിന്തിച്ചാണ് ഇപ്പോൾ ഈ സെക്കൻഡ് ബുക്ക് എഴുതാൻ ഞാനിങ്ങനെ മടിച്ചിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് മിസ്റ്റിസിസം ഇൻ ഇറ്റ്. അപ്പോൾ ഇത്രയും പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബുക്ക്, ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മകഥ എഴുതിയതിന് ശേഷം മിസ്റ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസസ് പറയുമ്പോൾ ഇതിന്ന് ആൾക്കാരെ വഴി തെറ്റിച്ച് ഫാൻറ്റാസ്റ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസസ് തേടി പോകാൻ പ്രേരിപ്പിക്കുമോ എന്നാണ് എൻ്റെ ഒരു പേടി. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് നമുക്ക് എന്തായാലും പ്രേക്ഷകരോട് ചോദിക്കാം എന്താ അഭിപ്രായം ഇതിനെ പറ്റി. ഒന്ന് കമൻസിൽ അറിയിച്ചാൽ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. ബിക്കോസ് എല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ വിശ്വാസം മാത്രമാണ്. അത് വേറൊരാൾക്ക് അത് ഗ്രോത്തെ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പറയുന്നത് കാരണം വേറൊരാൾ ഒരു ഫാൻറ്റാസ്റ്റിക്കൽ മെൻ്റൽ വേൾഡിലേക്ക് പോകരുത്. സ്പിരിച്വാലിറ്റിയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണത്.
അപ്പോൾ ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡസ് എഴുതി പകുതിയായിട്ട് ഞാനിപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വരണമെങ്കിലും മെജോറിറ്റി അങ്ങനെ വരണമെങ്കിലും ലേസിനെസ് കാരണമേ വരാൻ ചാൻസ് ഉള്ളൂ. ഇത് കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ, ഒന്നും അറിയണ്ടല്ലോ എന്ന് പറഞ്ഞ് പോവാം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ ലേസിനെസ് ഒന്നും ചെയ്യാം. ഇതേസമയം എക്സെൻട്രിസിറ്റി അങ്ങേ അറ്റം വന്നിട്ട് പോകുന്ന ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ടാവും, പക്ഷെ അവർ വിൻ ചെയ്ത് തിരിച്ചു വരുള്ളൂ. ഇതേസമയം മറ്റൊരാണെങ്കിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ വിജയനെ പോലെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും ചിന്താവിഷ്ടയായ ശ്യാമളനെ. ഓക്കെ, സോ മാം, ഈ കൊഹറൻസ് എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു വേവ് ലെങ്ത് ക്യാച്ച് ചെയ്യാന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ശരി കൊഹറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും, ഇല്ലയെന്നല്ല. നമ്മുടെ എനർജിയും യൂണിവേഴ്സിൻ്റെ എനർജി എന്നൊക്കെ പറഞ്ഞ് അതൊരു കൊഹറൻറ്റ് വേവ് ലെങ്ത്തിലോട്ട് വരണം എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ശരിക്കും കൊഹറൻസ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുക. Are you able to understand what I'm saying? Means there is coherence there. Okay. Where you cannot understand, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, there is no coherence, അത്രേ ഉള്ളൂ അർത്ഥം. ഓക്കെ. അതായത് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ മിക്ക ആൾക്കാർക്കും ഒന്നും മനസ്സിലായില്ല. മീൻസ് there was no coherence. ഓക്കെ. ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ there is coherence, because അതിലെന്തോ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ. അതേപോലെ യൂണിവേഴ്സിനോട് നമ്മൾ വാട്ട് ഇസ് ദ യൂണിവേഴ്സ്? ഇറ്റ് ഈസ് ജസ്റ്റ് എവറിത്തിങ് പ്ലസ് നത്തിങ്. ഓക്കെ. എവറിത്തിങ് പ്ലസ് നത്തിങ്. അത് ഈ രൂപത്തിലിരുന്നു കൊണ്ട് ദിസ് ഇസ് ട്രൈങ് ടു ഹാവ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് എവറിത്തിങ് എൽസ്. അതിൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് കോഹറൻ്റ് ആണോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ കോഹറൻ്റ് ആണോ? കോഹറൻറ്റിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ഓക്കെ. ടു ദ യൂണിവേഴ്സ് ഓൾസോ. ഡസ് ഇറ്റ് മേക്ക് സെൻസ് ടു എനിവൺ ഇൻ ദിസ്? ഒരാൾക്കെങ്കിലും ഇതിൽ നിന്ന് സെൻസ് കിട്ടിയാൽ ദാറ്റ്സ് ഇനഫ്. ഓക്കെ. ഇന്ന് വരെ ഞാൻ ഒരു റോള് പോലും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ഞാൻ പണ്ടത്തെ ഇൻ്റർവ്യൂസിലും കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ കൊടുത്തൊരു ഇൻ്റർവ്യൂവിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഈ ധൈര്യം കിട്ടിയത്? സാധാരണ നമ്മൾ പറയത്തില്ലേ, നമ്മളിങ്ങനെ വീട്ടിൽ മോസ്റ്റ് ആൾക്കാരും പറയണം, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് ഒന്നും കൊണ്ടുവരാൻ പോയിട്ടില്ല, നമ്മളിങ്ങനെ ഇറങ്ങി തണ്ടണം എന്ന് പറയും. അപ്പോൾ അതൊരു ഫിലോസഫിയും ഒരു വിശ്വാസമല്ലേ. ഇപ്പോൾ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സത്യമാവും, അത് നിങ്ങളുടെ ലോകമാവും, അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാവും. റൈറ്റ്, കറക്റ്റ്. സോ ഇഫ് യു ബിലീവ് ദാറ്റ് ഇസ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് അനുസരിച്ചാണ് നിങ്ങളുടെ ബിലീഫ്സ് ഉണ്ടാവുന്നതും, നിങ്ങളുടെ ബിലീഫ്സ് അനുസരിച്ചാണ് ലൈഫ് ഉണ്ടാവുന്നതും. അപ്പോൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഇസ് ദാറ്റ് എല്ലാം ഇങ്ങോട്ട് എന്നെ തേടി വരും. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇരുന്ന സമയത്ത് എന്നെ സിനിമയിലോട്ട് അഭിനയിക്കണമെന്ന് ചോദിക്കുന്നു, ഞാൻ മാത്സ് ക്ലാസ്സിലിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങോട്ട് തേടി പോയിട്ടില്ല. അതേപോലെ എല്ലാം അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഐ ഡോണ്ട് നോ. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. that I have never had to go in search of anything in the world other than spirituality. സ്പിരിച്വാലിറ്റിയുടെ പിന്നാലെ മാത്രം ഞാൻ തേടി നടക്കേണ്ടി വന്നിട്ടുള്ളൂ. ബുക്സ്, അതും വേണ്ട ബുക്സൊക്കെ കറക്റ്റ് സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളോട് പറയും ഇന്ന ബുക്ക് വായിക്കുമെന്ന്. പക്ഷെ ആ പണിയെടുക്കാൻ റെഡിയാണ്. മറ്റേത് അല്ലാതെ ഈ പറഞ്ഞ റോൾസിന് വേണ്ടി ആരെ സമീപിക്കുകയോ എഡ്യൂക്കേഷന് വേണ്ടിയോ ഇപ്പോൾ ഒന്നിനും വേണ്ടിയും ഐ ഹാവ് നെവർ ഹാഡ് ടു ആസ്ക് ഫോർ എനിത്തിങ്. ദാറ്റ്സ് ഗ്രേറ്റ് മാം. ഈ വേദാംഗ എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ഏൻഷ്യൻറ്റ് ഇതെല്ലാം വേദമായിട്ട് റിലേറ്റ് ചെയ്ത്. ആ വേദാംഗ എന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹൗ ടു സ്റ്റഡി വേദ എന്നാണ്. അതിൻ്റെ ടൂൾസ് നമ്മൾ വി ഗാർഡും നമ്മുടെ ലേബറിൻ്റെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഉപയോഗിച്ച് നമ്മളൊരു വലിയ സ്ക്രിപ്ചർ പഠിക്കുക എന്നുള്ളതാണല്ലോ. അതുപോലെ ഇപ്പോൾ മാം ഈ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് മാഡത്തിൻ്റെ പുസ്തകം ഒരിക്കലെങ്കിലും വായിച്ചു, അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്കാർ ഇത് അപ്ലൈ ചെയ്യാത്തതിൻ്റെ കുഴപ്പമായിട്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ വീണ്ടും തെളിഞ്ഞു, ഞാൻ അത് അപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. കാര്യം എന്താ വെച്ചാൽ എനിക്കത് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു, അത് ഞാൻ അപ്ലൈ ചെയ്തില്ല. ബിക്കോസ് എൻ്റെ ബിലീഫ് സിസ്റ്റമാണ് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അപ്ലൈ ചെയ്തില്ല. ചെയ്യാണ്ട് ജനറൽ ഒരു കൺസെപ്റ്റിൻ്റെ പിറകെ പോയി അതിലെന്തോ ഒരു സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. കറക്റ്റ്. സി അഗെയിൻ എവിഡൻസ് ഇന്ന് മൊത്തത്തിൽ മിക്കവാറും ഞാൻ നാളെ വല്ല തലയുടെ ബാക്കിൽ സ്വന്തമായിട്ടൊരു ലൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ വാട്ട്സ് ദ പവർ ഓഫ് ദിസ് മൊമെൻറ്റ് മാം? ദ പവർ ലൈസ് ഇൻ ദിസ് മൊമെൻറ്റ് എന്ന് പറയില്ലേ. അപ്പോൾ ഈ പ്രസൻറ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന നിലയിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂസിൽ കേട്ടിട്ടുണ്ട് എന്ന നിലയിൽ. എന്താണ് ആ പവർ? അത് പലർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. പാസ്റ്റ് നിൽക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി ഇങ്ങനെ കരുതിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സെക്കൻഡ് എന്തുകൊണ്ട് ആർക്കും മനസ്സിലാവാത്തത്? ഈ സെക്കൻഡ് അല്ലാതെ വേറൊരു സെക്കൻഡ് എനിക്കൊന്ന് കാണിച്ചു തരാമോ? അല്ല, അത് പറ്റില്ല. അതെന്താ പറ്റാത്തത്? നമുക്ക് മെമ്മറീസിലാണോ ഒന്നെങ്കിൽ? അതെവിടെയാണ് ആ മെമ്മറി? അപ്പോൾ ഇതൊന്നും ഇല്ല. ഇപ്പം ഇതുണ്ട്, എന്നെ കാണിച്ചു തരാൻ പറ്റും. എനിക്ക് ഒരു നുള്ളേ ഈ മൊമെന്റിലേക്ക് ഉള്ളൂ. അതെ അതെ അല്ലേ? അത്രേ ഉള്ളൂ.
നമ്മളിതിനെ ചിന്തിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ഓക്കെ, ഈ നിമിഷം അല്ലാത്തൊരു നിമിഷം കാണിച്ചു തരാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. മെഡിറ്റേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗെയിം ചേഞ്ചർ. യെസ്, മെഡിറ്റേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് മെഡിസിൻ. ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്താ പറയുക, ഒരു സ്പേസ് ക്രാഫ്റ്റാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ ഈ ഭൂമി വിടും, നമുക്ക് എവിടെയും പോവാം. എവറിത്തിങ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ ദ മൈൻഡ്. ആൻഡ് വെൻ വി ട്രാൻസെൻഡ് ദ മൈൻഡ് ഇറ്റ്സ് കോൾഡ് മെഡിറ്റേഷൻ. ട്രാൻസെൻഡ് ദ മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു പാറ്റേൺസാണ്. മൈൻഡെല്ലാം ഒരു പാറ്റേൺ ആണ്. ഒരു സംഭവം കണ്ടു, ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി, അടുത്ത എക്സ്പീരിയൻസ് അതിന് ടെംപ്ലേറ്റിലിട്ടു. കുറേ ടെംപ്ലേറ്റ്സ് ആണ് മൈൻഡ്. ആ ടെംപ്ലേറ്റ്സ് ഒക്കെ മറികടക്കുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, എനിക്ക് മുമ്പ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലല്ലോ ഞാൻ ഈ തത്ത പറയും പോലെ ആൻസർ പറയുന്നത്. വേർ ഇസ് ദ ആൻസേഴ്സ് കമ്മിങ് ഫ്രോം? ഞാൻ ചിന്തിച്ചല്ല പറയുന്നത്, ചോദിച്ച വഴിക്ക് ഞാനൊരു ഉത്തരം പറയുകയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം പ്യുവർ കോൺഷ്യസ്നെസ്, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം എ മെഡിറ്റേറ്റീവ് സ്പേസ്. ഇഫ് ഐ ടെൽ യു ഫ്രം മൈ മൈൻഡ്, ഐ ഹാവ് ടു ഗോ ആൻഡ് ചെക്ക് ഓൾ ദ പ്രീവിയസ് ആൻസേഴ്സ്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതും എല്ലാം ഞാൻ എടുത്ത് അതിനൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പറയണം. അപ്പോൾ കുറേ ചിന്തിക്കേണ്ടി വരും. ഈ ചിന്തയില്ലായ്മയാണ് മെഡിറ്റേഷൻ. ഓക്കെ, ഫ്രീ ആയിട്ട് പറയാം, ഫ്രീ ഫ്ലോയിങ്. അപ്പോൾ അതൊരു പ്രാക്ടീസാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മെഡിറ്റേഷനിലേക്ക് നമ്മൾ കയറില്ല. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന പോലെയാണ് മെഡിറ്റേഷൻ. എല്ലാ ടെക്നിക്സും, മെഡിറ്റേഷൻ ടെക്നിക്സൊക്കെ ഉള്ളത് മെഡിറ്റേഷൻ എന്ന ആ ഒരു സൈക്കിൾ ബാലൻസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സൈക്കിളിൽ നിന്ന് വീഴുന്നില്ല, അത്രയേ ഉള്ളൂ. സൈക്കിൾ ബാലൻസ് എന്താണെന്ന് കാണിക്കാൻ പറ്റില്ല. സൈക്കിളിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്തേ കാണിക്കാൻ പറ്റുള്ളൂ. അതേപോലെ മെഡിറ്റേഷൻ ഇസ് എ സ്റ്റേറ്റ് വെയർ മൈൻഡ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നില്ല, പെടയുന്നില്ല. അത് ശാന്തമായിട്ട് ബോഡിയും മൈൻഡ് റിലാക്സ്ഡ് ആണ്, അലൈൻഡ് ആണ്. അപ്പോൾ ദ റിയൽ കോൺഷ്യസ് എനർജി വിച്ച് ഇസ് ലൈഫ് ഇസ് ഇൻ കൺട്രോൾ. ഓക്കെ. അല്ലാത്ത സമയത്ത് ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഒരു 5 വയസ്സായ കുട്ടി ഇവിടെ ഉണ്ടെങ്കിലും ഓടി നടന്ന് ബഹളം വയ്ക്കുന്നു. ഇവിടെ ഇത് നടക്കില്ല, നമ്മുടെ ഇൻ്റർവ്യൂ നടക്കില്ല. അപ്പോൾ ബോഡി ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഈ ചെയറിൽ നമ്മൾ രണ്ടുപേരും, ഈ 2 ബോഡീസ് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇൻ്റർവ്യൂ നടക്കാത്തത് എന്താ? ഇവിടെ ബഹളം. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് മൈൻഡ്. ഈ ഓടി നടന്ന് ബഹളം വെക്കുന്ന ആളാണ് മൈൻഡ്. അപ്പോൾ ആ മൈൻഡിനെ കാം ചെയ്യാൻ പഠിക്കുന്നതാണ് മെഡിറ്റേഷൻ ടെക്നിക്സ്. അതല്ല മെഡിറ്റേഷൻ. ഈ 5 വയസ്സായ കുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങി, അപ്പോൾ ഒരു ശാന്തതയുണ്ടല്ലോ, അതാണ് മെഡിറ്റേഷൻ. ഈ കുട്ടീനെ ഉറക്കാനുള്ള ടെക്നിക്സാണ് മെഡിറ്റേഷൻ ടെക്നിക്സ്. അങ്ങനെ 112 ടെക്നിക്ക് വിജ്ഞാൻ ഭൈരവ് തന്ത്രയിലുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ മോർ എക്സ്റ്റെൻസീവ്, അതിനേക്കാൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസസ് ഉള്ളൊരു ബുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഓക്കെ. സജസ്റ്റഡ് ബൈ ലാലേട്ടൻ അല്ലേ? അതെ. ഓക്കെ, ഓക്കെ. ഇറ്റ് ഇസ് എ ലൈഫ് ചേഞ്ചിങ് ബുക്ക്. മാം അത് പറഞ്ഞിട്ടുണ്ട്, അത് ഒരുപാട് ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായും. ഓക്കെ. സോ മാം, ഇനി ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും. അപ്പോൾ ആ ആളുടെ പേര് കേൾക്കുമ്പോൾ ഒരു ക്വാളിറ്റി ആളെ കുറിച്ചിട്ട് ആദ്യം മനസ്സിൽ വരുന്നതും പിന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ സംതിങ് ലൈക്ക് ദാറ്റ് മാമിന് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം പെട്ടെന്ന്. മോഹൻകുമാർ. കൈൻഡ്നെസ് ആൻഡ് ലവ്. ഓക്കെ, ഭയങ്കര കൈൻഡാണ്. ബാക്കി എല്ലാവരുടെയും സുഖവും സമാധാനവും സന്തോഷവും നോക്കിയതിന് ശേഷം പോലും സ്വന്തം കാര്യം നോക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സെൽഫ്ലെസ് ഇസ് ദ ബെസ്റ്റ് വേർഡ് ഫോർ മോഹൻകുമാർ, മൈ ഡാഡ്. റീസെൻ്റ്ലി ഉണ്ടായ ഒരു അനുഭവം എന്തെങ്കിലും, അതായത് അച്ഛൻ ഇപ്പോൾ 2 പീരീഡിലൂടെ പോയല്ലോ. ഒരു ബിഫോർ ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ വേറൊരു ഞാനോ? എൻ്റെ പേരൻസിനൊക്കെ ഞാൻ ഒരേ ആൾ തന്നെ. ബിക്കോസ് നമ്മുടെ പേരൻസിനൊന്നും നമ്മൾ എങ്ങനെയൊക്കെ മാറിയാലും നമ്മൾ അവരുടെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഓക്കെ, ശരി. എനിക്ക് പെട്ടെന്ന് ദേശാടന സിനിമ ഓർമ്മ വന്നിട്ട് ചോദിച്ചതാണ്. അവിടെ നമ്മൾ വിജയരാഘവൻ ചേട്ടൻ കുറച്ച് പേടിയോടുകൂടി മാറി നിൽക്കാറല്ലേ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അതൊന്നും ഒട്ടുമില്ല. എന്നെ ഇപ്പോൾ വേണമെങ്കിലും എന്ത് പറഞ്ഞാലും അതിന് കളിയാക്കും. അത് ശരി. ഓക്കെ.